ബിൽഡിംഗ് എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നറിയാം. അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ ബെനിഫിഷ്യലാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്നറിയാം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഈ കോഴ്സ് ജർമ്മനിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജർമ്മനിയിലുള്ള ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. ഇതിൻ്റെ നോർമൽ ഡ്യൂറേഷൻ 2 to 4 years വരെ വരാൻ സാധ്യതയുണ്ട്. ഈ കോഴ്സ് ബേസിക്കലി അവിടുത്തെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. നമ്മൾക്ക് ആരെങ്കിലും നമ്മളുടെ അവിടുത്തെ എല്ലാ എക്സ്പെൻസസും എടുക്കാൻ റെഡി ആയിട്ടുള്ള ഇവർ സ്പോൺസർ ചെയ്തിട്ടാണ് നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുക. ബേസിക്കലി നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇത് ഓപ്റ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവിടെ 330 പ്രൊഫഷൻസ് ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, IT റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ സോഷ്യൽ കെയർ എന്നിങ്ങനെ പല പ്രൊഫഷൻസ് ആണ് ഇതിൽ ബേസിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഈ ഓരോ പ്രൊഫഷൻ്റെയും ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ചാണ്, അതുപോലെ തന്നെ ആ പ്രൊഫഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ്. ഇതൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലൊരു ITI അല്ലെങ്കിൽ ഒരു പോളിടെക്നിക് പോലത്തെ ഒരു കോഴ്സാണ് ശരിക്കും ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ കോഴ്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ട്യൂഷൻ ഫീസോ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് നമ്മൾ വിസ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ബ്ലോക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പൈസ അയക്കുന്ന ആ ഒരു 11,500 euro അയക്കുന്ന ആ ഒരു എക്സ്പെൻസും നമുക്ക് ആക്ച്വലി വരുന്നില്ല. അതുകൊണ്ട് തന്നെ വിസ ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് മാത്രമല്ല, നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഏർലിയർ ഏജസിൽ തന്നെ നമുക്ക് പഠിക്കാനും അതിനൊപ്പം തന്നെ ഒരു ഏണിങ്സ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയും ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ബേസിക്കലി ഏജ് ലിമിറ്റ് ഉണ്ട്. 28 ആണെന്ന് തോന്നുന്നു. 28ൻ്റെ മേളിലുള്ള ഏജുള്ള ആളുകൾക്ക് പൊതുവെ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം യങ്ങർ ഏജസ് ആയിട്ടുള്ള വളരെ യങ്ങായിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് അവിടെ ആവശ്യം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തിക്കാണെങ്കിലും ചിലപ്പോൾ ചില കോഴ്സുകളിൽ അവിടെ ഡയറക്റ്റ് എൻട്രി കിട്ടാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. മെയിനായിട്ടും 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവരാണ് കൂടുതൽ എലിജിബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഈ കോഴ്സിന് പല എൻട്രി ക്രൈറ്റീരിയസും ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എലിജിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് മാർക്ക് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ സബ്ജക്റ്റിൻ്റെ റിലേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം ജർമ്മൻ ലാംഗ്വേജിൽ B1 B2 മസ്റ്റായിട്ടും വേണം എന്നുള്ളത് തന്നെയാണ്. ജർമ്മൻ ലാംഗ്വേജിൽ B1 വെച്ച് ചെയ്യാവുന്ന വളരെ ചുരുക്കം കോഴ്സുകളുണ്ടെങ്കിലും കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സുകളായ ഹെൽത്ത് കെയറും നഴ്സിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം B2 സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. ബേസിക്കലി ഇതെല്ലാമാണ് ഈ കോഴ്സിൻ്റെ ബെനിഫിറ്റ്. ഈ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുമാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ഈ പഠിത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് അതേ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എങ്കിലും നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സും കൂടെ നോക്കാം. കാരണം പൊതുവേ നമ്മൾ വളരെ യങ്ങർ ഏജിലാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വളരെ ബേസിക് ലെവൽ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു പോളിടെക്നിക് പഠിക്കുന്ന പോലെയുള്ള ഒരു കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊമോഷൻ എന്നുള്ള കാര്യം പലപ്പോഴും ഒരു പ്രോബ്ലമായി വരാൻ സാധ്യതയുണ്ട്. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വൈസ് നമ്മൾ ഒരുപാട് താഴെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാറ്റിവെച്ചാൽ നമ്മളെക്കാളും ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒരു മാസ്റ്റേഴ്സോ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു പൊസിഷനെ ട്രൈ ചെയ്യുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് പ്രൊമോഷൻ കിട്ടാനും അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് കിട്ടാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ ഒരു വ്യക്തി അയാളുടെ വർക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ പോലും അയാളെക്കാളും കുറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് സാലറി അതുപോലെ തന്നെ മറ്റ് പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൗസ് ബിൽഡിംഗ് നിങ്ങളുടെ ഷോർട്ട് ടൈം റണ്ണിങ്ങിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ
ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോലും നിങ്ങൾ പിന്നീട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രോബ്ലം വരാൻ സാധ്യത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് റിക്വയർമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കോഴ്സ് അവിടെ സക്സസ്ഫുൾ ആവുന്നതും ഒരുപാട് സ്റ്റുഡൻസിന് പോയി പഠിക്കാനും പറ്റുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് ലൊക്കേഷനുകളിൽ മാത്രമേ ഈ കോഴ്സ് ഉണ്ടാവുള്ളൂ. അതുപോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്യൂറേഷൻ, കാരണം നിങ്ങൾക്ക് എപ്പോഴും +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയതിന് ശേഷം A1 A2 കഴിഞ്ഞ് B1 B2 കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ ഈ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സ് പോലും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചെടുക്കാനുള്ള ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ഈ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലമായി വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ, കാരണം ഒരു 1 year 2 year മിനിമം ഒരു 1 year 1.5 year ഉള്ളിൽ B2 നിങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അതല്ല എന്ന് പറ്റി നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇത്ര സ്കോർ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ 12th കഴിഞ്ഞിട്ടുള്ള ഡ്യൂറേഷൻ ഒരുപാട് കൂടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിൽ പിന്നീട് നിങ്ങൾ ഒരു ഡിഗ്രി പ്രോഗ്രാമിന് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മോർ ദാൻ 1 year നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം 1-2 അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കരിയർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതൊരു നിങ്ങളുടെ ഡ്രീമാണ്, ശരിയാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലാംഗ്വേജിൽ അത്ര പ്രൊഫഷൻസി കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻസി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ അടുത്തൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങളെ കൊണ്ട് തീരെ ഫണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് പുറത്തു പോയി പഠിക്കണം, നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ സെറ്റിൽ ആവണം എന്ന് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫണ്ട് റേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഓപ്ഷന് വേണ്ടി മാത്രം നിൽക്കരുത്. കാരണം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് പലപ്പോഴും ലാംഗ്വേജ് ഇത്ര സ്കോർ കിട്ടാതെ ഇഷ്യൂസ് വരുന്ന പ്രൊഫൈലും നമ്മുടെ കയ്യിൽ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ചോദിക്കും ഈ ടൈം ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു. ആ ടൈം ഗ്യാപ്പിൽ ലാംഗ്വേജ് പഠിക്കാൻ പോയി എന്നുള്ളത് ഒരു ഓപ്ഷൻ ആവാറില്ല പൊതുവെ. അത് ഒരിക്കലും പുറത്ത് മറ്റുള്ള കൺട്രീസിലെ മറ്റ് യൂണിവേഴ്സിറ്റീസ് അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയറിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോലി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാലറി കിട്ടുമായിരിക്കും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി നിങ്ങൾക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് കുറേ കൂടെ ബെറ്റർ സാലറി അല്ലെങ്കിൽ കുറേ കൂടെ ബെറ്റർ പൊസിഷൻ വേണം എന്നുള്ള തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനായിട്ട് ഡ്യുവൽ വൊക്കേഷണൽ കോഴ്സസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഈ വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്യാനുള്ള കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ പ്രാക്ടിക്കൽ കോഴ്സസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തം ഒപ്പം പ്രാക്ടിക്കലായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ നിങ്ങളുടെ സർട്ടിഫിക്കേഷനിൽ ഗെയിൻ ചെയ്തെടുക്കാവുന്ന ഡിഗ്രി പ്രോഗ്രാംസും ജർമ്മനിയിൽ അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ജർമ്മനിയിൽ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്ന് വെച്ച് അവിടെ ജർമ്മനിയിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് നടത്തുന്നത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിനുള്ള കോഴ്സിന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് കോഴ്സസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ജർമ്മനിയിൽ പോയി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്വപ്നമെങ്കിൽ, നിങ്ങൾക്ക് അധികം ഫണ്ടൊന്നും മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കൂടി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജർമ്മനി ഒരു നല്ല രാജ്യം തന്നെയാണ്. ഹൗസ് ബിൽഡിംഗ് നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. പിന്നെ ഇത് ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിലും കൺസൾട്ടൻസീസിന് അവരുടേതായ സർവീസസ് ചാർജസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബിവെയർ ഓഫ് ദാറ്റ്. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സജഷൻസോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റാളുകളിലേക്ക് എത്തിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ പിന്നെ കാണാം.